രാജ്യത്തെ ഞെട്ടിച്ച മഹാരാഷ്ട്രയിലെ മലേഗാവ് സ്ഫോടനക്കേസിൽ 7 പ്രതികളെയും വെറുതെ വിട്ട പ്രത്യേക NIA കോടതി. BJP നേതാവും മുൻ MPയുമായ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെയുള്ളവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. പ്രതികൾക്കെതിരെ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് മുംബൈയിലെ പ്രത്യേക NIA കോടതി നിരീക്ഷിച്ചു. 2008 സെപ്റ്റംബർ 29 നാസിക്കിനടുത്ത് മലേഗാവിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലാണ് നിർണായക വിധി. പൊട്ടിത്തെറിച്ചത് ഒരു LML ഫ്രീഡം മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ച ബോംബ് എന്നതായിരുന്നു കണ്ടെത്തൽ. ബൈക്കിന്റെ ഉടമയെന്ന പേരിലാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആദ്യ പ്രതിയാവുന്നത്. ബോംബ് എത്തിച്ചു നൽകിയതിന് സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെയും അറസ്റ്റ് ചെയ്തു. കേസിലാകെ 7 പ്രതികൾ. ആദ്യം മഹാരാഷ്ട്ര ATSഉം പിന്നാലെ NIAയും അന്വേഷിച്ച കേസിൽ ഒടുവിൽ വിധി വന്നപ്പോൾ എല്ലാ ആരോപണവും ആവിയായി. ബോംബ് പൊട്ടിയത് ബൈക്കിലാണെന്ന് പോലും ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്ന് കോടതി കണ്ടെത്തി. RDX എത്തിച്ചതിനോ ബോംബ് നിർമ്മിച്ചതിനോ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെതിരെ തെളിവില്ല. ആരാണ് ബൈക്ക് എത്തിച്ചതെന്നോ ബൈക്കിന്റെ ഉടമസ്ഥ പ്രഗ്യാ സിംഗ് ആണോ എന്ന് പോലും സംശയാതീതമായി തെളിയിക്കാനായില്ല. ബൈക്കിന്റെ ചേസി നമ്പർ മായ്ച്ചു കളഞ്ഞിരുന്നു. എഞ്ചിൻ നമ്പറും വ്യക്തമല്ല. പ്രഗ്യാ സിംഗ് ഠാക്കൂർ 2 വർഷം മുമ്പ് സന്യാസി ജീവിതം സ്വീകരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ കേസിൽ പ്രാഥമികമായുള്ള വിവരങ്ങൾ പോലും സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതോടെയാണ് എല്ലാവരെയും വെറുതെ വിട്ടത്. കോടതി വിധി കേട്ട് കണ്ണീരണിഞ്ഞ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇത് ഹിന്ദുത്വത്തിന്റെ വിജയം എന്ന് പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും കോടതി ഇന്ന് സഹായധനം നൽകാൻ ഉത്തരവിട്ടു. ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാനായി നടത്തിയ സ്ഫോടനം എന്നതായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഹിന്ദുത്വ ഭീകരവാദം എന്നൊരു വാക്ക് ഉയർന്നു വരുന്നത് പോലും മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. കേസ് കോടതിയിൽ അപ്പാടെ പരാജയപ്പെട്ടു പോകുമ്പോൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ പിന്നെ ആരാണ്? മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.